നവഡേയ്സ് കിങ്കി മെത്തേഡിലൂടെയൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? വളരെ പെട്ടെന്ന് ലൈംഗികത്തിൽ ഏർപ്പെടുന്ന രീതി ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹണിമൂൺ ഫേസിൽ അല്ലെങ്കിൽ വളരെയധികം പ്രണയമുള്ളവരിൽ നല്ല ബോണ്ടുള്ളവരിൽ വളരെയധികം ലൈംഗികപരമായിട്ട് അഡിക്റ്റ് ആയിട്ടുള്ള രണ്ടുപേരിലൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നാണ്. ഇപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓഫീസിൽ പോയിട്ടുള്ളവർ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നു പെട്ടെന്ന് വൈകുന്നേരം കണ്ടവാറൊക്കെ അതുപോലെയൊക്കെയുള്ള എന്താ പറയുക, എപ്പോഴും അവർ ഓണായിരിക്കും, എപ്പോഴും അവരുടെ ബോഡി അവർക്ക് വേണ്ടി തയ്യാറായിരിക്കും. ഇങ്ങനെയുള്ളവരിലാണ് കൂടുതലായിട്ട് കിങ്കി മെത്തേഡൊക്കെ നടക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആയിട്ട് വരും. അപ്പൊ ഇതിന് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യാം, ഏതൊക്കെ പൊസിഷൻ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ചെയ്യണം, ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇവരുടെ ഇടയിൽ പൊതുവായി വർക്ക് ചെയ്യുന്ന ഈ സെറട്ടോണിൻ ഇവർ കണക്ഷൻ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. നേച്ചർ മാനിന്റെ ലിഫ്റ്റ് അപ്പ് ഓയില് റൈസ് സർട്ടിഫൈഡ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു ഓയിൽ ഇതാണ് കേട്ടോ. നിങ്ങൾ ലിംഗത്തിൽ ചുരുങ്ങിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രായം കൊണ്ട് ചുരുങ്ങിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടൊക്കെ ചുരുങ്ങിയിട്ടുള്ളവരാണെങ്കിൽ അവർ യഥാർത്ഥ സൈസിലേക്കും തിക്നെസ്സിലേക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലിംഗത്തിന് ഹെൽപ്പ് ചെയ്യും. തടിയും നീളവും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങ് വളരുന്നല്ല, യഥാർത്ഥ സൈസിലേക്ക് കേട്ടോ. മാത്രമല്ല നിങ്ങളുടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയം കൂട്ടാൻ വേണ്ടിയിട്ടും ഇതിന് കഴിവുണ്ട്. നിങ്ങളുടെ ആ ഭാഗത്തുള്ള സെൻസിറ്റീവ് ഗ്ലാൻഡിനെയൊക്കെ സുഖം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഇച്ചിങ്ങോ ഇൻഫെക്ഷനോ ഫംഗൽ ഇൻഫെക്ഷനോ അത് ലൈംഗിക രോഗം അല്ല കേട്ടോ, അല്ലാതെയുള്ള സ്കിന്നിൽ വരുന്നതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കഴിവും ഇതിനുണ്ട്. പിന്നെ ഫോർ സ്കിന്നൊക്കെ പുറകോട്ട് മൂവ് ചെയ്യാൻ ടൈറ്റായിട്ടൊക്കെ ഇരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറാനുള്ള കഴിവുണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ ലിംഗത്തിലേക്ക് നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാക്കാനും നല്ല രീതിയിൽ ലിംഗം കൂടുതൽ നേരം കുതിരിച്ച് നിൽക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. പ്യുവർ പ്ലാന്റിന്റെ എക്സ്ട്രാക്റ്റ് ആണ്. അത് മാത്രമല്ല ഇത് ക്ലിനിക്കലി പ്രൂവണുമാണ്. നിങ്ങൾക്ക് ഹാബിറ്റ് ഫോമിംഗ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ യൂസ് GMB ISO സർട്ടിഫൈഡ് ആണ്, സേഫ് ആയിട്ട് ഉപയോഗിക്കുക. ക്ലോവ്, അശ്വഗന്ധ, സേഫ് മസ്ലി, ശതാവരി ഇതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഷേക്ക് ചെയ്യുക, എന്നിട്ട് ഇതിങ്ങനെ എടുക്കുക, ഡ്രോപ്സ് എടുക്കുക, എന്നിട്ട് ലിംഗത്തിന്റെ താഴെ നിന്നിട്ട് മുകളിലേക്ക് നന്നായിട്ട് മസാജ് ചെയ്യുക. 2 നേരം തേക്കണം കേട്ടോ. ലൈംഗികതയ്ക്ക് മുമ്പാണെങ്കിലും നിങ്ങൾക്ക് ഒരു 1 മണിക്കൂർ മുമ്പ് തേക്കാം. അത് മാത്രമല്ല നിങ്ങൾക്കിത് തേച്ചിട്ട് ചെയ്യാനെങ്കിൽ കുളിക്കുന്നതിന് മുമ്പൊക്കെ മസാജ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമന്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കയറിയിട്ട് പർച്ചേസ് ചെയ്യണേ. അപ്പോൾ ഈ കിങ്കി ആയിട്ടുള്ള പെട്ടെന്ന് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ എങ്ങനെയുള്ളവരെല്ലാം ഇത് വർക്ക് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹണിമൂൺ ഫേസിലൊക്കെ ഇരിക്കുന്നവർ അവർ എപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിലും ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും അല്ലേ, അങ്ങോട്ട് ഭയങ്കര അട്രാക്ഷനൊക്കെ ആയിരിക്കും. എപ്പോഴും അവരുടെ ബോഡി റെഡി ആയിരിക്കും ലൈംഗികബന്ധത്തിന് അല്ലേ. അപ്പോൾ കാണുമ്പോൾ തന്നെ അവർക്കൊരു അല്ലെങ്കിൽ പോകുന്നത് എനിക്ക് വർത്താനം പറയുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രാപ്പ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ ഒരു തമാശയൊക്കെ ചെയ്യുന്ന ആളുകളിൽ അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാണാതെ പങ്കാളിനെ കാണാൻ വേണ്ടി മുട്ടി ചെയ്തിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരില്ലേ. എന്നിട്ട് വേഗം കാണുന്നവര് ബെഡ്റൂമിൻ്റെ ഉള്ളിലല്ലാണ്ട് പുറത്തൊക്കെ ആയിട്ട് പെട്ടെന്ന് ചെയ്യുന്ന ലൈംഗികത. അപ്പം ഇനി എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ടോയൊക്കെ ഉപയോഗിക്കാം, അതുപോലെ എന്താണ് ലൂബ് ഉപയോഗിക്കാം. വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെഡ്റൂമിന് പുറത്ത് കാറിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലോ കൗച്ചിലോ ഒക്കെ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അത് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ഇതിന് കുറച്ച് മിനിറ്റുകളൊക്കെ നിൽക്കുമെങ്കിലും ഒരിക്കലും നിങ്ങൾ ഫോർ പ്ലേ മറക്കരുത്. ഫോർ പ്ലേ വളരെ അവർക്ക് തൊട്ടിട്ടുണ്ടെങ്കിൽ ഓണാകുന്ന തരത്തിലുള്ള ഭാഗങ്ങളിലൊക്കെ ഉദ്ദേശിപ്പിക്കും. വളരെ വേദന അത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇൻസെർട്ട് ചെയ്യുന്ന രീതിയിൽ പെട്ടെന്ന് അവരെ ഹോൾഡ് ചെയ്യുക, അല്ലെ അവരെ അപ്രതീക്ഷിതമായിട്ട് ഹോൾഡ് ചെയ്യുക. ഈ അപ്രതീക്ഷിതമായിട്ട് ഹോൾഡ് ചെയ്യാന്ന് പറയുമ്പോൾ അവരെ അനുവാദം ഇല്ലാണ്ട് കേട്ടോ. ഇത് അനുവാദം ഇല്ലാണ്ടല്ല കേട്ടോ, കാരണം രണ്ടുപേർക്കും ഇത് ഇഷ്ടപ്പെടുന്നവർ വേണം ഇത് ചെയ്യുവാൻ വേണ്ടി തന്നെ. ആദ്യം പറയണം ഇങ്ങനെയൊക്കെ ചെയ്ത് എനിക്ക് ഇഷ്ടമാണ്, ഇതുപോലെയൊക്കെ ചെയ്ത് ഇഷ്ടമാണെന്ന് നല്ലൊരു കോൺവെർസേഷൻ ഉണ്ടായിരിക്കണം ഇതിന് മുന്നേ. അതുപോലെ ജസ്റ്റ് ലിംഗം കയറ്റേണ്ട രീതിയിൽ അത് മാത്രം അല്ലാണ്ടും ഇത് ചെയ്യും. ഇപ്പം ഓളിലേക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫിംഗറിങ് ചെയ്യാവുന്നതാണ്, ഫിംഗറിങ് സെറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൗകൾ പോലെയുള്ള അല്ലെങ്കിൽ മിഷനറി പോലെയുള്ള ഡോഗി പോലെയുള്ളതൊക്കെ നിന്നിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതികളാണ്. അത് മാത്രമല്ല വൈബ്രേറ്റർ പോലെയൊക്കെ ഉള്ള ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ നിങ്ങൾ പീക്ക് ലെവലിലേക്ക് നിങ്ങൾക്ക് അസുഖമൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. വളരെ കുറഞ്ഞ സമയം കൊണ്ടല്ലേ. അതുപോലെ ബാത്റൂമിലാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഇഞ്ചുറി ഒന്നും ഉണ്ടാവാതിരിക്കാൻ നോക്കണം. പിന്നെ
വളരെ ടൈമൊക്കെ എടുത്ത് 1, 2, 3 മണിക്കൂറൊക്കെ എടുത്ത് വളരെ ആസ്വദിച്ച് ചെയ്യുന്ന ഭയങ്കര ക്യൂറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര റിലാക്സ്ഡ് ആകുന്ന ലൈംഗികത അതും വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ മാത്രം ചെയ്യാന്നല്ല. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അത്രയധികം കത്തി നിൽക്കുന്ന രണ്ടാളുകളുടെ ഉള്ളിൽ സംഭവിക്കുന്നതാണ് ഈ കിങ്കി പോലുള്ളതൊക്കെ. അപ്പോൾ നല്ലൊരു റിലാക്സേഷനും വളരെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലൈംഗികത എന്ന് പറയുന്നത് 2, 3 മണിക്കൂറൊക്കെ എടുത്ത് ഒരു കുറേ നേരമൊക്കെ ഫോർത്തിലേക്ക് ചെയ്തിട്ട് ഒക്കെ ചെയ്യുന്നതാണൊരു ഭയങ്കര റിലാക്സ് ആയിട്ടൊക്കെ ചെയ്യുന്നതാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻജോയബിൾ എന്ന് എന്ന് കരുതി ഇത് എൻജോയബിൾ അല്ല എന്നല്ല, ഇതും വളരെ എൻജോയബിൾ ആണ് ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.